ഹായ്, അടിപൊളി മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? ഒരു കടായിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായാൽ കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 2 മിനിറ്റ് നന്നായിട്ട് വഴണ്ടാൽ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ജസ്റ്റ് ഒന്ന് കുക്കായാൽ ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. എന്റെ അടുത്ത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തത്. ഇനി 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കണം. മാങ്ങ നല്ലോണം കുക്കാവൊന്നും വേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. ഇനി 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാനിൽ 1 ടീസ്പൂൺ കടുകും ഉലുവയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇത് പൊടിച്ച് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കണം. അച്ചാർ നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ കുപ്പിയിലേക്കോ ഭരണിയിലേക്കോ ആക്കാവൂ. അതുപോലെ അച്ചാറിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഒട്ടും വെള്ളമില്ലാതെ നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് അച്ചാറിട്ട് നോക്കൂ. ബൈ.